പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജലബജറ്റ് പ്രകാശനവും മാലിന്യമുക്തം നവകേരള 2 പഞ്ചായത്ത് തല ശില്പശാല ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നവകേരളം കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ CWRDM കോഴിക്കോടിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നടപ്പാക്കുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായുള്ള പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ജലബജറ്റ് പ്രകാശനവും കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കുന്നതിനുള്ള ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ശില്പശാലയുടെ ഉദ്ഘാടനവുമാണ് നടന്നത്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ ശുദ്ധജല സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായാണ് ഈ പഠനം. ബ്ലോക്ക് നിലവിൽ ഭൂഗർഭജലത്തിന്റെ കാര്യത്തിൽ സെമി ക്രിട്ടിക്കൽ സോണിൽ പെടുന്ന പ്രദേശമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മറികടക്കുന്നതിനായി നാം ഇപ്പോൾ ചെയ്തുവരുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് ഏകോപനമുണ്ടാക്കാനും ശാസ്ത്രീയമായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ജലബജറ്റിൽ നിർദ്ദേശവുമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീലയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ P സുനിൽ ദത്തൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് K പ്രദീപ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷൻ TK പ്രമോദ്, ശോഭന K, PP മാലിനി, E മോഹനൻ, VE കവിത, ശ്രീശൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രീജിത്ത് M സ്വാഗതം പറഞ്ഞു.